നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനും ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഈ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു അവതാരകൻ വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾ പിണറായി വിജയനും നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കാവശ്യമായ കോളേജുകളും സ്ഥാപനങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല? ഈ ചോദ്യം കേട്ട് രോഷാകുലനായ വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നമുക്കറിയാം, 2016 BJP വാടകയ്ക്കെടുത്ത് നൽകിയ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് BJPക്ക് വേണ്ടി കേരളം മുഴുവൻ പ്രചാരണം നടത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്നൊന്നും അന്നത്തെ UDF സർക്കാർ ഈഴവരോടോ SNDPയോടോ വെള്ളാപ്പള്ളിയോടോ അനീതി കാണിച്ചുവെന്ന് ഒരു യോഗത്തിലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ഉറ്റ സുഹൃത്തുക്കളാണ്. പിണറായി വിജയൻ്റെ കാറിലാണ് വെള്ളാപ്പള്ളി സഞ്ചരിക്കുന്നത്. ഇത്രയും അടുപ്പമുള്ള പിണറായി വിജയനിൽ നിന്ന് എന്തുകൊണ്ട് ആവശ്യമായ സ്ഥാപനങ്ങൾ നേടിയെടുക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കാതെ ഇനിയും 3ാം പിണറായി സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ 10 വർഷം മുന്നേയുള്ള സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്താണ്? എന്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി പിണറായിയെയും പിണറായി വെള്ളാപ്പള്ളിയെയും പിന്തുണക്കുന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട് എന്നതാണ് കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത്.